ഓൾ ടൈം ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നതും ഇപ്പോൾ കറക്ഷൻ ഫേസിലൂടെ കടന്നു പോകുന്നതും എന്നാൽ 50% വരെ റിട്ടേൺ തരാൻ ശേഷിയുള്ളതുമായ രണ്ട് ഗ്രീൻ എനർജി സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിഗണിക്കുന്നത്. ഈ രണ്ട് സ്റ്റോക്കുകളും ഹൈ റിസ്ക് ഹൈ റിവാർഡ് കാറ്റഗറിയിൽ ഉൾപ്പെട്ട സ്റ്റോക്കുകളാണ്. അതായത് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും മാത്രം പരിഗണിക്കേണ്ട രീതിയിലുള്ള സ്റ്റോക്കുകൾ. ഒന്നാമത്തേത് KPI ഗ്രീൻ എനർജി ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 5% ഉയർന്ന് 802 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 10,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 42.62, 52 വീക്ക് ലോ 406, 52 വീക്ക് ഹൈ 1118. KPI ഗ്രീൻ എന്ന കമ്പനി റീസെൻ്റ്ലി രാജസ്ഥാൻ ഗവൺമെൻറ്റുമായി ചേർന്ന് രാജസ്ഥാനിലെ ജയ്സൽമീറിൽ ഹൈബ്രിഡ് സോളാർ വിൻഡ് പവർ പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവച്ചിരുന്നു. കൂടാതെ കമ്പനിയുടെ ബോണസ് ഇഷ്യൂ റെക്കോർഡ് ഡേറ്റും പുറത്തുവിട്ടു. കമ്പനി 1:2 എന്ന റേഷ്യോയിലുള്ള ബോണസാണ് നൽകുന്നത്. KPI ഗ്രീനിൻ്റെ ഓരോ 2 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്കും ഒരു ഷെയർ കമ്പനി ബോണസായി നൽകും. ബോണസിൻ്റെ റെക്കോർഡ് ഡേറ്റ് January 3, 2025. KPI ഗ്രീൻ എന്ന കമ്പനി മുമ്പും ബോണസ് ഇഷ്യൂ നടത്തിയിട്ടുണ്ട്. 1:1 എന്ന റേഷ്യോയിലും 1:2 എന്ന റേഷ്യോയിലും കമ്പനി ആൾറെഡി ബോണസ് ഇഷ്യൂ ചെയ്തു. ട്രെൻഡ് ലൈൻ ഡേറ്റ അനുസരിച്ച് സ്റ്റോക്ക് 40% വരെ ഉയരാൻ ശേഷിയുള്ള സ്റ്റോക്കാണ്. കൂടാതെ ഇയർ ടിൽ ഡേറ്റിൽ 60%, കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 71% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. പക്ഷേ 6 മാസം കൊണ്ട് കറക്ഷൻ ഫേസിലായ സ്റ്റോക്ക് 15%-ലേറെ കറക്റ്റ് ആവുകയും ചെയ്തു. ക്യാപ്റ്റീവ് പവർ പ്രൊഡ്യൂസറിംഗ് സെഗ്മെൻറ്റിലെ ഒരു പ്രൊമിനൻ്റ് പ്ലെയറാണ് KPI ഗ്രീൻ എന്ന കമ്പനി. ROE 30%, ROCE 21%-അടുത്തു. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ സെയിൽസ് 215 കോടിയിൽ നിന്നും 360 കോടിയിലേക്ക് ഉയർത്താനും പ്രോഫിറ്റ് 35 കോടിയിൽ നിന്നും 70 കോടിയിലേക്ക് മെച്ചപ്പെടുത്താനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 116%, പ്രോഫിറ്റ് ഗ്രോത്ത് 94%, ROE 35%-അടുത്തു. റീസെൻ്റ്ലി പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 53%-ൽ നിന്നും 48%-ലേക്ക് കുറച്ചെങ്കിലും FIs 6%-ൽ നിന്നും 9%-ലേക്ക് ഉയർത്തുകയും DIs അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 0.3-ൽ നിന്നും 1.5%-ലേക്ക് ഉയർത്തുകയും ചെയ്തു. കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ വന്ന ഏറ്റവും പ്രകടമായ മാറ്റം കമ്പനിയുടെ ഡെപ്റ്റ് കുറഞ്ഞു എന്നുള്ള വസ്തുതയാണ്. 1036 കോടിയിൽ നിന്നും കമ്പനിയുടെ കടബാധ്യത 469 കോടിയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അതേസമയം റിസർവ് 775 കോടിയിൽ നിന്നും 1899 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. മുമ്പ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ അലാം ലെവലിലായിരുന്ന കമ്പനിയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഇപ്പോൾ സേഫ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. KPI ഗ്രീൻ എന്ന സ്റ്റോക്കിൻ്റെ മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ കഴിഞ്ഞ 3 മാസമായി സ്റ്റോക്കിന് 750-നടുത്ത് സപ്പോർട്ട് ലഭിച്ചു. അതോടൊപ്പം തന്നെ ലോവർ ലെവലിൽ ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത് സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള സൂചനയായി വിലയിരുത്താം. സ്റ്റോക്കിൻ്റെ വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും കറക്ഷന് ശേഷം സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസിലെത്തി. കൺസോൾട്ടേഷൻ ഫേസിൽ നിന്നും സ്ട്രോങ് ബേസ് ഫോം ചെയ്യുകയാണ്. സ്റ്റോക്ക് ഇപ്പോൾ കൺസോൾട്ടേഷൻ ഫേസിൽ ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന അഡ്വാൻറ്റേജ്. രണ്ടാമത്തേത് MDAR ടെക്നോളജി ലിമിറ്റഡ്. MDAR ടെക്നോളജി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 5% ഉയർന്ന് 1720-നടുത്ത് ക്ലോസിംഗ് നൽകി. ഇൻട്രാഡേയിൽ സ്റ്റോക്ക് 10% ഉയർന്നിരുന്നു. 52 വീക്ക് ഹൈ 2345, 52 വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്നു. കഴിഞ്ഞ 2 വർഷമായി അണ്ടർ പെർഫോം ചെയ്ത സ്റ്റോക്കാണ്. 6 മാസം കൊണ്ട് സ്റ്റോക്ക് 10%-ലേറെ കറക്റ്റ് ആവുകയും ഓൾ ടൈം ഹൈയിൽ നിന്നും സ്റ്റോക്ക് 1000 രൂപയ്ക്കടുത്ത് ഡിസ്കൗണ്ട് ലഭിക്കുകയും ചെയ്യുന്നു. 5 വർഷത്തെ പെർഫോമൻസ് നോക്കിയാൽ 69%-നടുത്ത് റിട്ടേൺ ആണ് സ്റ്റോക്ക് നൽകിയത്. റീസെൻ്റ്ലി ബ്ലൂം എനർജി എന്ന കമ്പനിയിൽ നിന്നും MDAR ടെക് എന്ന കമ്പനിക്ക് 191 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. കൂടാതെ എയ്റോസ്പേസ് സെഗ്മെൻറ്റിലെ പ്രശസ്ത കമ്പനികളായ റാഫേൽ, IMI, IAI തുടങ്ങിയ കമ്പനികളിൽ നിന്നും 35 കോടി രൂപയുടെ ഓർഡറും ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. MDAR ടെക്നോളജി എന്ന കമ്പനിക്ക് ക്ലീൻ എനർജി സെഗ്മെൻറ്റിലും എയ്റോസ്പേസ് സെഗ്മെൻറ്റിലും പ്രസൻസ് ഉണ്ട്. കമ്പനിക്ക് ഈ 2 സെഗ്മെൻറ്റിൽ നിന്നുമാണ് ഓർഡർ ലഭിക്കുന്നത്. ക്ലീൻ എനർജി എന്ന സ്റ്റോക്ക് MDAR ടെക്നോളജി എന്ന സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്ത ഒരു സ്റ്റോക്കായിരുന്നു. സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം ക്ലയൻറ്റ് കോൺസെൻട്രേഷൻ റിസ്ക് ആയിരുന്നു. അതായത് MDAR ടെക് എന്ന കമ്പനിയുടെ 75% റവന്യൂവും കമ്പനിയുടെ ഒരു സിംഗിൾ ക്ലയൻറ്റിൽ നിന്നായിരുന്നു കമ്പനി ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ക്ലയൻറ്റിൻ്റെ പേര് ബ്ലൂം എനർജി എന്നാണ്. ബ്ലൂം എനർജി പ്രധാനമായും ഓക്സൈഡ് ഫ്യൂവൽ സെല്ലുകൾ മാനുഫാക്ചർ ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഓക്സൈഡ് ഫ്യൂവൽ സെൽസിലെ ഗ്ലോബൽ ലീഡറാണ് ബ്ലൂം എനർജി എന്ന കമ്പനി.
ബ്ലൂം എനർജി എന്ന കമ്പനി നേരിട്ട ചില ക്രൈസിസിൻ്റെ പശ്ചാത്തലത്തിലും ബ്ലൂം എനർജി എന്ന കമ്പനിയുടെ എനർജി പോർട്ട്ഫോളിയോയിൽ അല്ലെങ്കിൽ കമ്പനിക്ക് ലഭിച്ചിരുന്ന ഓർഡറുകൾ 65 കിലോ വാട്ടിൽ നിന്നും 50 കിലോ വാട്ടിലേക്ക് കുറയുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ എംഡാർ ടെക്നോളജിക്ക് ബ്ലൂം എനർജി നൽകിയിരുന്ന ഓർഡറുകൾ കുറയുകയും എംഡാർ ടെക്നോളജിയുടെ റവന്യൂവിനെയും പ്രോഫിറ്റിനെയും ഇത് ബാധിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് എംഡാർ ടെക്നോളജി എന്ന സ്റ്റോക്ക് കഴിഞ്ഞ 2 വർഷമായി അണ്ടർ പെർഫോം ചെയ്തത്. പക്ഷേ ബ്രോക്കേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഡേറ്റ അനുസരിച്ച് ബ്ലൂം എനർജി എന്ന കമ്പനി നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ മറികടന്നു കഴിഞ്ഞു. കമ്പനിയുടെ ഓർഡർ ബുക്ക് ഇൻടാക്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബ്ലൂം എനർജി എന്ന കമ്പനിയിൽ നിന്നും എംഡാർ ടെക് എന്ന കമ്പനിക്ക് ഇനിയും ഓർഡറുകൾ ലഭിക്കാനും വരുന്ന 2 മുതൽ 3 വർഷത്തിനുള്ളിൽ ഏകദേശം 1000 മുതൽ 1100 കോടി രൂപയുടെ റവന്യൂ കമ്പനി ജനറേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ഈ ഫാക്റ്റ് മനസ്സിലാക്കിയാണ് മോത്തിലാൽ ഒസ്വാൾ ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകുന്നത്. കൂടാതെ എംഡാർ ടെക് എന്ന കമ്പനി ക്ലീൻ എനർജി സെഗ്മെൻറ്റിലെ ഫ്ലുവൻസ് എനർജി എന്ന കമ്പനിയെ അക്വയർ ചെയ്യുകയും ചെയ്തു. ഫ്ലുവൻസ് എനർജി എന്ന കമ്പനിക്ക് ഇതുവരെ ഓർഡർ ലഭിച്ചിട്ടില്ല എങ്കിലും കമ്പനി അഗ്രസീവ് എക്സ്പാൻഷനിലും അതുപോലെ തന്നെ അക്വിസിഷനിലും വിശ്വസിക്കുന്നു. ബ്ലൂം എനർജി എന്ന കമ്പനിക്ക് ഓർഡറുകൾ ലഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബ്ലൂം എനർജി എന്ന കമ്പനി പെർഫോം ചെയ്യുകയാണെങ്കിൽ എംഡാർ ടെക് എന്ന സ്റ്റോക്കിലും എംഡാർ ടെക് എന്ന കമ്പനിയും പെർഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. 2024-27 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ പ്രൊജക്റ്റഡ് റവന്യൂ ഗ്രോത്ത് 28%, പ്രോഫിറ്റ് ഗ്രോത്ത് 52%. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് മോത്തിലാൽ ഒസ്വാൾ ബൈ എന്ന റേറ്റിംഗും 2100 രൂപയുടെ ടാർഗറ്റും നൽകിയിരിക്കുന്നത്. എംഡാർ ടെക് എന്ന സ്റ്റോക്കും ഹൈ റിസ്ക് ഹൈ റിവാർഡ് കാറ്റഗറിയിൽ ഉൾപ്പെട്ട സ്റ്റോക്കാണ്. കമ്പനി നേരിടുന്ന ഏറ്റവും വലിയ റിസ്ക് ക്ലയൻറ്റ് കോൺസെൻട്രേഷൻ റിസ്ക് തന്നെയാണ്. അതായത് ഒരു സിംഗിൾ ക്ലയൻറ്റിൽ നിന്നാണ് 70%-ലധികം റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. ആ സിംഗിൾ ക്ലയൻറ്റ് കമ്പനിക്ക് ഓർഡർ നൽകാതിരിക്കുകയോ അല്ലെങ്കിൽ ആ ക്ലയൻറ്റിൻ്റെ പെർഫോമൻസ് മോശമാവുകയോ ചെയ്താൽ എംഡാർ ടെക് എന്ന സ്റ്റോക്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് പലപ്പോഴും പ്രകടമാകും. എംഡാർ ടെക്കിനെ സംബന്ധിച്ചിടത്തോളം 1500 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. കമ്പനിയുടെ മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 മാസമായി സ്റ്റോക്കിന് 1500-നടുത്ത് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. 1500-നടുത്തേക്ക് സ്റ്റോക്ക് എത്തുമ്പോൾ അവിടെ നിന്നും ഒരു ഫ്രഷ് ബൈയിങ് ആരംഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. കൂടാതെ വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും സ്റ്റോക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ നിന്നും റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എംഡാർ ടെക് എന്ന സ്റ്റോക്കിനെയും പരിഗണിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്